ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വേണം പറയാൻ. വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞപ്പനും ആരുഷിനും നൈറ്റിലത്തേക്ക് മാഗി ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവന്മാരത് തപ്പി പിടിച്ചുകൊണ്ട് വന്നു. അപ്പം കുറേ എക്സ്പയറി ആയിട്ടില്ല, എന്നാലും കുറച്ച് നാളെത്തിയതാണ്. കുറച്ച് നാളായി ഇത് വാങ്ങിച്ചിട്ട്, ഇനി ഇത്ര കൂടെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചങ്ങ് കൊടുക്കാമെന്നും വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നത്. കാരണം നമുക്ക് മുട്ടയില്ല, കാരണം മുട്ടയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ പച്ചക്കറി, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണങ്ങി ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മളിപ്പം മാഗിയിലിടാൻ പോണേണേ. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. വീഡിയോയ്ക്ക് അത്ര സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വഴിയില്ല, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ പൊട്ടിക്കൊടുക്കും. തട്ടിട്ടില്ല. അപ്പം അത് ഇങ്ങനെ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം തട്ടിക്കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല കേട്ടോ, എല്ലാം ഒരു എന്താ പറയുക, അന്തിശ്വാസം പിടിക്കുന്ന അവസ്ഥയിൽ കിടക്കണ കുറച്ച് സാധനങ്ങൾ. നമുക്ക് എല്ലാ പച്ചക്കറിയും ഉണ്ടാവണം എന്നില്ലല്ലോ എന്നും വീട്ടിൽ ഉള്ളത്. നിങ്ങൾക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്, നമുക്കും അതൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് വാടട്ടെ, ഒരു 3 മിനിറ്റ് ഒന്ന് വാടട്ടെ. 3 മിനിറ്റ് അല്ല, ഒരു 3 സെക്കൻഡ്. അപ്പോൾ ഇതൊന്ന് 3 സെക്കൻഡ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മാഗിയുടെ മസാല പൊട്ടിച്ചത് ഒരു പാക്കറ്റ് ഒന്ന് തട്ടി കൊടുക്കാം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുകയും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനുണ്ടാക്കും, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകുമ്പോൾ പച്ചക്കറിയും ചെല്ലും, മാഗിയും ചെല്ലും, എല്ലാം ചെല്ലും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കണ കാരണമുണ്ട് ഒരു ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാരണമുണ്ട് എനിക്ക് ചോപ്പ് ചെയ്യണ പരിപാടിയൊക്കെ ഒന്ന് എളുപ്പമാണ്. ഞാൻ തീ ഒന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ചും കണ്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ. അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. ഇനി സാധാരണ പോലെ മാഗി വേകാൻ ആവശ്യമായ വെള്ളം, അതാണ് ഇനിയത്തെ പരിപാടി. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ടേ. ഒരു ഗ്ലാസ് വെള്ളം കൂടെ, അങ്ങനെ 2 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ ഈ മാഗിയും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഇടുകയാണ്. കുഞ്ഞുങ്ങളവിടെ ബളഹളം തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളിതങ്ങോട്ട് പൊട്ടിച്ചിടുകയാണ്. ഇച്ചിരി എളുപ്പം ആയിക്കോട്ടെ അല്ലേ. തീ കൂട്ടി വെച്ചില്ല, അത് മറന്നു. ഫ്ലെയിം ഓൺ ചെയ്ത് ഫുള്ളാക്കി വെച്ചിട്ട് വേണം ഇത് പൊട്ടിച്ചിടാൻ. പിന്നെ എൻ്റെ മക്കൾക്ക് എന്താ പറയുന്നത്, ഈ ലെങ്ത്തിൽ കിടക്കണ കാണുമ്പോൾ അത്ര പത്യം വന്നെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഇത് ഞാൻ അങ്ങോട്ട് പൊടിക്കുകയാണ്. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ വെള്ളം അരുവിനൊക്കെ ഒന്ന് തള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ പൊടിച്ച് വെച്ചേക്കുന്ന മാഗി ഇതുപോലെ തന്നെ ഈ മുഴുത്ത കവറിൽ നമ്മൾ തട്ടി കൊടുക്കും. കണ്ടോ, ഫുള്ള് പൊടിച്ച് വെച്ചേക്കണേ, അതിനകത്തിനൊന്നുമില്ല. ഓം സ്വാഹ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും ഇത് സാധാരണ മാഗി ഉണ്ടാക്കണ പോലെ തന്നെയല്ലേ, ഇതിലെന്തൂട്ട് തേങ്ങയാണ് എന്ന്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അവിടെ കിടന്ന് തിളക്കട്ടെ. കുണുകുണാന്ന് തിള വന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ തട്ടി കൊടുക്കാം. ഈ പച്ചക്കറി തട്ടുമ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടാകുന്നു ഇങ്ങ് പോരും.
ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയത്തെ പരിപാടി തീ കുറയ്ക്കുക. തീ കുറച്ചിട്ട് ഇനിയാണ് പരിപാടി. എന്താണെന്നല്ലേ, കത്രിക വെച്ച് പിച്ച് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഒരുപാട് കൈ വിളിക്കും. അങ്ങനെ ഒരു 2 ഷീറ്റ് ചീസ്, ഇതും 2 ഷീറ്റേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിരുന്ന് നാശാക്കി കളയേണ്ട വെച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ ചേർത്തങ്ങ് ഇളക്കും. ഇനി ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടാണ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് ഞാൻ സ്പെഷ്യൽ ചേർക്കുന്നത്. പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുവേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇത് ഫുള്ളി ഇങ്ങനെ നല്ല ക്രീമി ടെക്സ്ചറിനുണ്ട്. ക്രീമി ടെക്സ്ചർ. എൻ്റെ പാത്രത്തിൻ്റെ ഒച്ചയും ബഹളമൊന്നും നോക്കണ്ട. അതിനെ മാനസികമായി ശാരീരികമായും പീഡിപ്പിക്കുന്നതിൻ്റെ ഒച്ചയും ബഹളമാണ്. അത് കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ അതേ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അത് ആ ചൂടിലിരിക്കട്ടെ. നമ്മൾ തീ ഓഫ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. കഴിച്ചു കിട്ടി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. കൊള്ളാമോ? സൂപ്പറാണോ? സൂപ്പറാ കാണിച്ചേ, സൂപ്പറാ കാണിച്ച്. ഇനി ആരിഷുവാ കൊള്ളാമോ?